നമസ്കാരം. തുടക്കം. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? തുടക്കത്തിൻ്റെ പേര് അതിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റിൽ കാണിക്കുമല്ലോ ആദ്യം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അത് വെറും തുടക്കമല്ല, വിസ്മയ മോഹൻലാൽസ് തുടക്കം എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ഞാൻ ടൈറ്റിൽ പിന്നെയാണ് പോസ്റ്ററിൽ നോക്കിയത്, അതിലും അങ്ങനെയുണ്ട് ചെറുതായിട്ട്. എന്തായാലും സിനിമ വിസ്മയ മോഹൻലാലിൻ്റെ ഒരു തുടക്കം ആയിട്ട് തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. സമഗ്രതയിൽ ആ സിനിമ ഒരു ഗംഭീരമായ എൻ്റർടൈനറായി മാറിയിട്ടുണ്ട്. ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ ഇതുവരെയുള്ള സിനിമകളിൽ ഉണ്ടായ മികവ് അദ്ദേഹം ഈ സിനിമയിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. എൻ്റർടൈനർ എന്നുള്ള നിലയിൽ എല്ലാ അർത്ഥത്തിലും നമുക്ക് സുഖിക്കുന്ന സിനിമയായിട്ട് അത് വന്നിട്ടുണ്ട്. എൻ്റെ അനുഭവം കേട്ടോ. ഞാനിത് ആദ്യമേ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ അവിടെ ഉന്മാദത്തിൻ്റെ വീഡിയോ സംസാരിക്കുന്ന സമയത്ത് തുടക്കത്തിൽ കുറേ നേരം ഇത് എന്താണ് പറയാൻ പോകുന്നതെന്ന് അവർക്ക് ആദ്യം സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കംപ്ലയിൻറ്റ് പറഞ്ഞു. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ആശയം പറഞ്ഞാണ്. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. തുടക്കം ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ സംവിധാനത്തിൽ വന്ന തിരക്കഥയിൽ അദ്ദേഹം പങ്കാളിയാണ്. വിശദാംശം നമുക്ക് പറയാം, ആരൊക്കെയാണ് തിരക്കഥ, മറ്റ് വിശദാംശങ്ങളൊക്കെ നോക്കാം. ജൂഡ് ആൻ്റണിയുടെ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ആയതുകൊണ്ടുകൂടിയാണ് ഈ സിനിമ ആദ്യം തന്നെ കാണാനുള്ള ആദ്യത്തെ കാരണം. പിന്നെ വിസ്മയുടെ സാന്നിധ്യം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഈ സിനിമ എന്തൊക്കെ പറഞ്ഞാലും ഇത് മോഹൻലാലിൻ്റെ മകളുടെ സിനിമ എന്നുള്ള ചർച്ചയിലേക്ക് എത്രയൊക്കെ സംസാരിച്ചാലും നമ്മൾ എത്തിച്ചെല്ലും, അത് വേണ്ട എന്ന് തീരുമാനിച്ചാലും. അങ്ങനെ ഒരു കാരണം അതിലുണ്ട്, അതൊക്കെ വസ്തുത തന്നെയാണ്. ആ ഒരു കാര്യമൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ജൂഡ് ആൻ്റണിയുടെ സിനിമ എന്നുള്ളതാണ് എന്നെ ഒന്നാമതായി സിനിമയിലേക്ക് ആകർഷിച്ചത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഓം ശാന്തി ഓശാന 2018 വരെയുള്ള സിനിമകളുടെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ശൈലി ഒക്കെ ഇഷ്ടമാണ്. മൂപ്പരുടെ സിനിമയ്ക്ക് പുറത്തുള്ള ചില പ്രതികരണങ്ങളോ ഇടപെടലുകളോ ഒക്കെ പല രീതിയിലാണെങ്കിൽ പോലും സിനിമയിൽ മൂപ്പര് കൃത്യമായൊരു സ്റ്റെബിലിറ്റി കാണിക്കാറുണ്ട്. അപൂർവമായിട്ട് അത്രയധികം സിനിമ എടുത്തില്ലെങ്കിൽ പോലും മുത്തശ്ശി കഥയൊക്കെ അത്രയധികം വാണിജ്യ വിജയമല്ലെങ്കിൽ പോലും നമ്മൾ രസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും ഈ സിനിമ 2018 ശേഷം അദ്ദേഹത്തിൻ്റെതായ പ്രതീക്ഷ വർദ്ധിപ്പിച്ച ഒരു സിനിമ എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാൻ ഈ സിനിമ തുടക്കം കണ്ടത്. തുടക്കത്തിലെ കാസ്റ്റിംഗ് ആണ് പ്രധാനപ്പെട്ട ആകർഷണീയമായ മറ്റൊരു കാര്യം. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ സിനിമയുടെ പ്ലോട്ട് രസകരമാണ്. ഒരുപാട് വിശദീകരിക്കുന്നില്ല, കഥയുടെ ഒരു സസ്പെൻസോ അല്ലെങ്കിൽ ആകാംക്ഷയൊന്നും നശിപ്പിക്കുന്നില്ല. ട്രെയിലർ നിങ്ങൾ കണ്ടതുപോലെ ഒരച്ഛൻ, ഒരു മകൾ, അതായത് സായികുമാർ എന്ന് പറയുന്ന രവി എന്ന കഥാപാത്രമുള്ള ഒരു അച്ഛൻ, ഒരു മകൾ, അവർ ഇടുക്കിയിലെ ഏതൊരു മലയോര ഗ്രാമത്തിലേക്ക് അവർ എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജോലി അവിടത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ്. വില്ലേജ് ഓഫീസറാണ്. അത് മറ്റേ ട്രെയിലറിൽ അത് വ്യക്തമാക്കുന്നില്ലെങ്കിൽ പോലും അത് ഞാൻ സ്പോയിലറായി പറയുകയാണ്. വില്ലേജ് ഓഫീസറാണ്, അവിടത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ്. പിന്നെ മകൾ, അദ്ദേഹത്തിന് കാല് വയ്യ, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം ഒരു നായ, ആ നായ, ആ വീട്, അതിൻ്റെ അപ്പുറത്തെ ആൾക്കാരൊക്കെ ട്രെയിലറിൽ നിങ്ങളെ കണ്ടതാണല്ലോ. പിന്നെ ഈ സിനിമ മുന്നോട്ട് നയിക്കുന്ന കഥാബീജമാണ്. ഈ സിനിമ ഒരു ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമയാണ്. ഒപ്പം പ്രതികാരത്തിൻ്റെ സ്വഭാവമുള്ള കഥാഗതിയാണ്. അതൊക്കെ നിങ്ങൾക്ക് ട്രെയിലറിൽ മനസ്സിലായ കാര്യമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശൈലി ഒരുപക്ഷേ ജൂഡ് ആൻ്റണിയുടെ മൊത്തം സിനിമകളിൽ അല്ലെങ്കിൽ 2018 സ്വീകരിച്ച ഒരു ശൈലിയുണ്ട്. അതിനനുസരിച്ചിട്ടുള്ളൊരു സമാനമായ ചില ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. കഥയുടെ സ്വഭാവത്തിലല്ല, ട്രീറ്റ്മെൻറ്റിൽ ചില സ്വഭാവങ്ങൾ നമ്മളെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നതും പിന്നെ പൊതുകാര്യങ്ങൾ, സാമൂഹ്യ വിഷയങ്ങൾ അദ്ദേഹം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് 2018 ഒപ്പം ചേർത്ത് വെക്കാവുന്ന ചില എലമെൻറ്റുകൾ ഇതിനകത്തുണ്ട്. ഈ സിനിമയുടെ പ്ലോട്ടിൽ പ്രധാനപ്പെട്ടൊരു എലമെൻ്റ് എന്ന് പറയുന്നത് സ്ത്രീപക്ഷമായി ഈ സിനിമ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പെൺപക്ഷം പറയുന്നുണ്ട്. ഒരു പെണ്ണിൻ്റെ ഒരു മുന്നോട്ട് പോക്കാണ്, അവരുടെ കഥയാണ് ആ സിനിമ പറയുന്നത്. നമ്മളെ വർത്തമാനകാല സാമൂഹ്യ സാഹചര്യത്തിൽ പ്രസക്തമായൊരു വിഷയം കൂടി ഈ സിനിമ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതും ആ സിനിമയോടുള്ള അറ്റാച്ച്മെൻറ്റിനെ നമ്മളെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അത് ജൂഡ് ആൻ്റണിയുടെ മൊത്തം ശൈലിയിൽ തന്നെ അത് അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് കഥയുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുള്ളത്. മൊത്തത്തിൽ അതിൻ്റെ ആകാംക്ഷ കൂട്ടുന്ന രീതിയിൽ തന്നെ അദ്ദേഹം കൊണ്ടുപോകാനും കഥയുടെ പല ഘടകങ്ങൾ ചേർക്കാനും ആക്ഷൻ ഓടൊപ്പം സെൻറ്റിമെൻറ്റ്സ്, കഥാഗതിയിലെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള പാട്ട്, അങ്ങനെയുള്ള ആവശ്യങ്ങൾ എന്തൊക്കെ വേണം അതൊക്കെ കൃത്യമായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ആസ്വാദ്യതയെ ബലപ്പെടുത്തിയ ഒരു കാര്യം. പെണ്ണിന് നേരെയുള്ള കുറ്റകൃത്യം പല മട്ടിലാണ് നമ്മുടെ സമൂഹത്തിൽ കാണാറുള്ളത്. അത് സ്വന്തം കൂട്ടത്തിൽ നിന്ന് വരുന്നതുണ്ട്, മറ്റ് ക്രിമിനലുകളുടെ കൂട്ടത്തിൽ നിന്ന്, പല രീതിയിലുള്ള ക്രിമിനലുകളുടെ കൂട്ടത്തിൽ നിന്ന് വരുന്നുണ്ട്. നേരെ മറിച്ച് സ്ത്രീ ആക്രമണം ഹാബിറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ചില കുറ്റവാളികൾ ഉണ്ട് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിലൊക്കെ നമുക്കറിയാം. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ നേരിടാൻ ഒരു പെണ്ണെങ്ങനെ ഒരുങ്ങണം എന്നുള്ളത് കൃത്യമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പെണ്ണെന്ത് ചെയ്യണം എന്നൊക്കെയുള്ള പ്രതിസന്ധി ഘട്ടത്തെ കൈകാര്യം ചെയ്യുന്നതാണ്. ട്രെയിലറിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അതിനെ വളരെ വൃത്തിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് നമ്മളെ കഥ ഗംഭീരമായിട്ട് എഴുതുകയോ അല്ലെങ്കിൽ നല്ല സ്ക്രീൻ പ്ലേ ഉണ്ടാക്കുകയോ ചെയ്തുകൊണ്ട് മാത്രം പോരാ. സംവിധായകൻ്റെ കരുത്തിനൊപ്പം നിൽക്കുന്ന നല്ല കാസ്റ്റിംഗ് വേണം. അത് ഈ സിനിമ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, വിസ്മയുടെ കാസ്റ്റിംഗ് നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്. വിസ്മയുടെ
പ്രത്യേകത നമ്മൾ നേരത്തെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞതുപോലെ അവർ മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പല രീതിയിലുള്ള നമുക്ക് ഈ കുങ്ഫും കരാട്ടയും ബോക്സിങ്ങും ഒക്കെ എല്ലാം അറിയുള്ളൂ, അതല്ലാതെ എന്തല്ലോ അതിൻ്റെ ഉൾപ്പിരിവുകളൊക്കെ ഉണ്ട്. അങ്ങനെ പലതും അവർ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ ഇൻ്റർവ്യൂകളിലൊക്കെ പറയുന്നുണ്ട്. അത് നല്ല നിലയിൽ ഈ സിനിമയിൽ അവർക്ക് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവർ തന്നെയാണ് ഈ സിനിമയിലെ മെയിൻ കഥാപാത്രമായി വരുന്നത്, മീനു എന്ന കഥാപാത്രം. പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരാളാണ് ആശിഷ് ജോ ആൻ്റണി. നമ്മളെല്ലാവരെയും അച്ഛൻ്റെ പേരിൽ പരിചയപ്പെടുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല, ഇതൊന്നും ഒഴിവാക്കി പോകാൻ പറ്റില്ല. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ളത് കൂടി പ്രത്യേകത. നമ്മൾ എമ്പുരാനിൽ ഒരു തവണ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീരമായ കഥാപാത്രമാണ്. ഞാൻ വിശദാംശം പറയുന്നില്ല, സംഭാഷണം 1-2 ഡയലോഗ് മാത്രമേ ഉള്ളൂ. പക്ഷേ സിനിമ ഉടനീളം, സിനിമ കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പവർഫുള്ളായ കഥാപാത്രമാക്കി മാറ്റാൻ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിരവധി കഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലരെ മാത്രം പറയാം. ഒന്ന് സായികുമാർ നേരത്തെ പറഞ്ഞു, ഒപ്പം ബോബി കുര്യൻ്റെ ഒരു ഗംഭീര കഥാപാത്രമുണ്ട്. മനോജ് കെ ജയൻ നല്ല കഥാപാത്രമാണ്. TG രവി ഉണ്ട്, ജാഫർ ഇടുക്കി, ചിപ്പി ഉണ്ട്, മിയ ജോർജ് ഉണ്ട്, ജിബിൻ ഗോപിനാഥ്, സിജോയ് വർഗീസ്, ദിനേശ് പ്രഭാകർ, കോട്ടയം രമേശ് നല്ല കഥാപാത്രമാണ്, ഉടനീളമുള്ള കഥാപാത്രമാണ്. ഇങ്ങനെ എടുത്തു പറയാൻ ഇനിയുള്ള ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ പലരും ഒരു രംഗത്തൊക്കെ വന്നു പോകുന്നതാണ്. വളരെ ചെറുതായിട്ടാണ് ഈ സിനിമ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ചെറുതെന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് പെട്ടെന്ന് തീർന്നു പോകുന്ന സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അധിക സമയമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും സിനിമ അവതരിപ്പിച്ചതിൽ ഒന്നും കളയാനില്ല. എടുത്തു വെച്ചിരിക്കുന്ന, നമുക്ക് കാണാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന സിനിമ ഒന്നും കളയാനില്ല പ്രത്യേകിച്ച്. അങ്ങനെ വെറുതെ ആവർത്തനങ്ങളില്ല, ആവശ്യമില്ലാത്ത സീനുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എഡിറ്റിങ്ങിലെ മികവ് അതിലുണ്ട്. സിനിമയെ മൊത്തത്തിൽ അവതരിപ്പിക്കുന്നതിൽ ആ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ജാഗ്രത എഡിറ്റിങ്ങിൽ അവർ കാണിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത, അടുത്ത കാലത്ത് ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചാണ്, ഒരു ആവശ്യമില്ലാത്ത ഒരു അരമണിക്കൂറെങ്കിലും ഈസി ആയിട്ട് ഇത് സാധാരണക്കാരനെ കട്ട് ചെയ്ത് കളയാവുന്ന രീതിയിലുള്ള സിനിമകളൊക്കെ അടുത്ത കാലത്ത് വരുന്നുണ്ട്. എന്നാൽ ഇതിൽ അങ്ങനെയുള്ള ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് കൊണ്ട് തന്നെ 1-2 സീനിലൊക്കെ വരുന്ന ആൾ പോലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ടെക്നീഷ്യൻസിൻ്റെ കാര്യമാണ്. ഓരോരുത്തരെ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാണ്. സംവിധായകൻ നേരത്തെ പറഞ്ഞ പോലെ ജൂഡ് ആൻ്റണിയാണ്. ജൂഡ് ആൻ്റണിയുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഓർമ്മിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹീറോയിസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ചില പോയിന്റുകളിൽ ഹീറോകൾ അവതരിപ്പിക്കുന്നത്, ഉദാഹരണത്തിന് ഓം ശാന്തി ഓശാനയിൽ ഗിരീൻ്റെ ഹീറോയിസം ഒരു പോലീസുകാരനിൽ നിന്ന് അറിയുന്ന നായികയുണ്ടല്ലോ, നസ്രിയയുടെ നായിക ഉണ്ട്. അത് പൂജ ഒരു പോലീസുകാരിൽ നിന്ന് കേൾക്കുന്ന ഒരു സീനുണ്ട്. അങ്ങനെയുള്ള ചില രസകരമായ മൂമെൻറ്റുകൾ തിരക്കഥ കൂടി ബലത്തിലാണെങ്കിൽ പോലും അതിനെ അവതരിപ്പിക്കുന്നതിൻ്റെ ശൈലി എനിക്ക് ഇഷ്ടമാണ്. ഒപ്പം ഈ 2018 ചില രസകരമായ സംഭവങ്ങൾ, രസകരമല്ല, നമ്മളെ വല്ലാതെ ആവേശഭരിതരാക്കുന്ന സീനുകൾ ഒക്കെ നന്നായിട്ട് അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട്. ഇതിൽ തിരക്കഥ 3 പേരാണ്. അതിൻ്റെ ഗുണം, ചില സിനിമയൊക്കെ 3 പേരൊക്കെ എഴുതിയിട്ട് അടുത്ത കാലത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. 3 പേര് എഴുതിയിട്ട് 8 നിലയിൽ പൊട്ടുന്ന രീതിയിൽ എഴുതി ഉണ്ടാക്കിയ കഥ നമുക്കറിയാം. പക്ഷേ ഇതിൽ 3 പേര് എഴുതി 3 പേരുടെയും ക്വാളിറ്റി അതിനകത്ത് അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ജൂഡ് ആൻ്റണി സഹകരിച്ചിട്ടുണ്ട്. ഒപ്പം അഖിൽ കൃഷ്ണ, ലിനീഷ് നെല്ലിക്കൽ എന്നിവയാണ് ഇതിൻ്റെ ഒപ്പം വന്നിട്ടുള്ളത്. ക്യാമറയും ജോമോൻ ടി ജോണും അഖിൽ ജോർജുമാണ്. എഡിറ്റിംഗ് ചമൻ ചാക്കോയാണ്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അമ്മാതിരി എഡിറ്റിങ്ങിൻ്റെ കാര്യമൊന്നും ടെക്നിക്കലായി നമ്മൾ വിശകലനം ചെയ്യേണ്ട കാര്യം പോലുമില്ല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആളുകളുടെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ എത്രയൊക്കെ പറഞ്ഞാലും തുടക്കത്തിൽ പറഞ്ഞ പോലെ നെപ്പോ കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല സിനിമയിൽ. അത് ഒന്ന് വിസ്മയുടെ കാര്യമാണ്, 2 ആശിഷിൻ്റെ കാര്യമാണ്. ഈ 2 പേരും അങ്ങനെ കേവലം കെട്ടിയിറക്കിയതായി നമുക്ക് ഫീൽ ചെയ്യില്ല. കഥാപാത്രങ്ങളെ ഉചിതമായ കഥാപാത്രം, ഉചിതമായ നിലയിലുള്ള അവതരണം, അവരെ അങ്ങനെ മെരുക്കിയെടുത്ത സിനിമ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് ജൂഡ് ആൻ്റണിയുടെ ഈ സെലക്ഷനപ്പുറത്ത് അവതരിപ്പിക്കാനുള്ള സംവിധായകൻ എന്നുള്ള നിലയിലുള്ള മികവ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയും. ഒപ്പം ഈ ആശീർവാദ് സിനിമയിലെ എപ്പോഴും മോഹൻലാലും നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരും വരുമല്ലോ. ആൻ്റണി എവിടെയെങ്കിലും ഒരു സീനിലുണ്ടാവും. ഈ സിനിമയിൽ ഞാൻ നേരത്തെ അഭിനേതാക്കളുടെ കൂട്ടത്തിൽ പറയാതെ പോയ ഒരാൾ മോഹൻലാലാണ്. ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിൽ സസ്പെൻസ് ഒന്നുമില്ല. മോഹൻലാലിന് അതിൽ നല്ല രസകരമായി 2 രംഗത്ത് വന്ന് പോകുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സാധാരണ ഈ ഗസ്റ്റ് റോളിൽ ഇങ്ങനെയുള്ള സൂപ്പർ താരങ്ങൾ വരുമ്പം ഈ പ്രധാന കഥാപാത്രത്തെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ നിർണായക പോയിന്റിൽ ഒരു ഇടപെടൽ നടത്തുന്ന രീതിയിലുള്ള ആകാംക്ഷകളൊക്കെ വരും. എന്തായാലും ഇതിൽ നല്ല ജാഗ്രത കാണിച്ചിട്ടുണ്ട്. മോഹൻലാൽ രസകരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് കഥാപാത്രം. അതിൻ്റെ ഇടയിൽ ഒരിക്കൽ ആൻ്റണി പെരുമ്പാവൂർ സാർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതെന്തിനാണെന്നറിയില്ല, എല്ലാ സിനിമയിലും അങ്ങനെ കാണിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ.
പറഞ്ഞല്ലോ, അപരിചിതവരായ 2 കഥാപാത്രമാണെങ്കിലും ആന്റണി പെരുമ്പാവൂർ സാർ എന്ന് കാണിക്കും. അത് എന്തിനാന്ന് നമുക്കറിയില്ല. ഈ വിസ്മയ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഘട്ടങ്ങളിൽ പല ആകാംക്ഷകളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഒരു മോഹൻലാൽ സിനിമകളിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ വലിയ തോതിൽ സാമൂഹ്യ വിമർശനത്തിന് വിധേയമായ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പുരുഷാധിപത്യ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില ഇടപെടലാണ്. സ്ത്രീ വിരുദ്ധമായ സംഭാഷണങ്ങൾ, കഥാസന്ദർഭങ്ങൾ, അതിനെ സദാചാരത്തിൻ്റെ ഭാഗമാക്കി പ്രതിഷ്ഠിക്കുന്ന രീതിയിൽ സാമൂഹ്യ വിരുദ്ധമായി അവതരിപ്പിക്കുന്ന വിമർശനം വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ ചില കഥാപാത്രങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എത്രമാത്രം ഉത്തരവാദിയാണെന്നുള്ളതൊക്കെ വേറെയാണ്. പക്ഷേ അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും നീ വെറും പെണ്ണാണ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള സംഭവങ്ങൾ, അതിന് എതിരായിട്ടുള്ളൊരു പ്രയോഗം, അല്ലെങ്കിൽ കഥ മൊത്തത്തിൽ അങ്ങനെ ഒരു പെണ്ണിൻ്റെ സിനിമയാണെങ്കിൽ പോലും അവസാനം ചില കാര്യങ്ങളുണ്ട്. നീയൊക്കെ ഇത്രയേ ഉള്ളൂടാ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതൊരു പക്ഷേ ആ മൂമെൻറ്റിൽ ഇത് രണ്ടും തമ്മിലുള്ള ഒരു സംഘർഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾ കാണുമ്പോൾ അത് ഫീൽ ചെയ്യുമെന്ന് അറിയില്ല. ആ പഴയ മോഹൻലാൽ സിനിമകളുമായി ബന്ധപ്പെട്ട വിമർശനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നല്ല നിലയിൽ പോകും. മാത്രമല്ല, അച്ഛൻ്റെ പഴയ സിനിമകളിൽ അങ്ങനെ ഒരു ആക്ഷേപത്തിൻ്റെ പാപഭാരം ഉണ്ടെങ്കിൽ അത് ഇതിലൂടെ കളയാനുള്ളൊരു ശ്രമം കൂടി നടത്തിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട് വളരെ മികച്ചൊരു എൻ്റർടൈനറിലൂടെ നടത്തി എന്നുള്ളത് ഫലം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് പ്രത്യേകമായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നത്. കൺക്ലൂഷനിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സിനിമയിലെ കഥയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ജൂഡ് ആൻ്റണിയുടെ മറ്റ് സിനിമകളിലെ പോലെ തന്നെ ഇതിനകത്തും ചില കാര്യങ്ങൾ ഈ മറഞ്ഞിരിക്കുന്ന, അതായത് ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ സർക്കാർ മാറിയിട്ടില്ല. നേരെ മറിച്ച് ഒരു ഘട്ടം കഴിഞ്ഞ് എഡിറ്റിംഗ് ടേബിളിലൊക്കെ വരുമ്പോൾ സർക്കാർ മാറിയിട്ടുണ്ടാവാം. എന്തായാലും ഇതിൻ്റെ ഇടയിലിടയിൽ കാണിക്കുന്ന ചില ടെലിവിഷൻ ന്യൂസുകളുണ്ട്. ആ ടെലിവിഷൻ ന്യൂസിൻ്റെ ബ്രേക്കിങ്ങിൽ മനോരമയിലെ വാർത്തയാണ് പലപ്പോഴും കാണിക്കുന്നത്. ഏഷ്യാനെറ്റും ഒക്കെ ഉണ്ട്. ഏഷ്യാനെറ്റിലെ വായനക്കാരി അതിൽ വരും പ്രജുല അതിനകത്ത് വാർത്ത വായിക്കുന്നത് ന്യൂസ് 18-ലൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള സിനിമയാണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഇതിൻ്റെ ബ്രേക്കിംഗ് ന്യൂസ് കാണിക്കുന്നുണ്ട്. ആ ബ്രേക്കിംഗ് ന്യൂസിൽ പുതിയ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മുഴുവൻ ഇഷ്ടക്കാർക്ക്, പാർട്ടിക്കാർക്കാണ് അവാർഡുകൾ കൊടുത്തത്. ഇനിയുള്ള കാലത്ത് അങ്ങനെ ആയിരിക്കില്ല എന്ന് പുതിയ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പുതിയ സർക്കാർ വന്നപ്പോൾ പറയുന്നതായിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. ഈ സിനിമ ഇറങ്ങുമ്പോൾ ഒരു ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാർ ഇത്രയും നാളായിട്ടും ഇതുവരെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് ഒരു ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരെ ഒന്നും നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ജൂഡ് ആൻ്റണി സിനിമ ഇറങ്ങുന്ന സമയത്തേക്ക് എങ്കിലും വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നിട്ടുണ്ടാകാം. ഞാൻ ഈ ഘട്ടത്തിൽ അതൊരു തമാശയായിട്ട് പറഞ്ഞാണ്. എന്തായാലും ജൂഡ് ആൻ്റണിയുടെ ഈ സിനിമ സമഗ്രതയിൽ ഒരു ഗംഭീര എൻ്റർടൈനറായിട്ട് മാറിയിട്ടുണ്ട്. ഒരു വമ്പൻ പ്രതീക്ഷ കൂടി ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു ഭാരം ജൂഡ് ആൻ്റണിക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അദ്ദേഹത്തിൻ്റെ ആ ഭാരത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രയത്നത്തിന് ഫലം ഉണ്ടായി എന്നാണ് എൻ്റെ അനുഭവം. ഇനി നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. നന്ദി, നമസ്കാരം.